ഹായ് ഫ്രണ്ട്സ്, ഷോർട്ട് വേ ടു PSCയുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ടോപ്പിക്കിൽ നിന്ന് മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ. വേവൽ പ്ലാൻ 1945. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം. ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിയത് എന്ന്. ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിയത് എന്ന്. 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന്. 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് എന്ന്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് എന്ന്. 1946 മെയ് 16. ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് ആരൊക്കെ? ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് ആരൊക്കെ? പാത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ലേബർ പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്ന്. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന്. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389. പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 299. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 9 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 207 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946
ഡിസംബർ 11-നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന്? 1946 ഡിസംബർ 13. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ആകെ എത്ര അംഗങ്ങൾ ആണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ആകെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 93. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത്? 17 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാകിസ്ഥാൻ വിഭജനത്തിനു ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ പാകിസ്ഥാൻ വിഭജനത്തിനു ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 15 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? 17 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്? 3 പേർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത? ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത? ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തിരുന്നത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തിരുന്നത് ആര്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ആയി മാറിയത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ആയി മാറിയത് എന്ന്? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് എന്നായിരുന്നു? ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് എന്നായിരുന്നു? 1947 നവംബർ 17. ഇന്ത്യയിലെ ആദ്യ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഇന്ത്യയിലെ ആദ്യ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? GV മാവ്ലങ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചത് എന്ന്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ
അവസാന സമ്മേളനം നടന്നത് എന്ന്? 1950 ജനുവരി 24. ഭരണഘടന നിലവിൽ വന്നത് എന്ന്? ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. അന്നാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരുമാണ്. ആദ്യമായി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ KM മുൻഷി. മൗലിക അവകാശ ഉപദേശക കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. ട്രൈബൽ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. ന്യൂനപക്ഷ സമിതി കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓഫ് നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റി ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. ചീഫ് കമ്മീഷണർ പ്രൊവിൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. ഭാഷാ കമ്മിറ്റി ചെയർമാൻ മൂർത്തി സത്യനാരായണൻ. മൗലിക അവകാശ ഉപകമ്മിറ്റി ചെയർമാൻ JB കൃപലാനി. ന്യൂനപക്ഷ ഉപകമ്മിറ്റി ചെയർമാൻ HC മുഖർജി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ചെയർമാൻ GV മാവ്ലങ്കർ. ഭരണഘടനാ കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇത്രയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങൾ. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.